അല്ല സുപ്പിയെ, ആരപ്പാ വരണേ? വാ നബിദിനല്ലേ, വാ പള്ളിക്ക് മൗലൂദുണ്ട്, വാ പോവാ. ഇതിനെപ്പോ വന്നത്? അല്ലേലും ദീനിലുള്ള കാര്യങ്ങളോടൊന്നും ഇവർക്ക് ഒരു താല്പര്യമില്ല. ഇല്ലാത്തിന്റെ പിന്നാലെ എനിക്ക് ചങ്ങായിമാരൊക്കെ ഇതൊന്ന് പറഞ്ഞു കൊടുത്താ പൊട്ടന. അങ്ങനൊന്നും പറയരുത്. നീ മര്യാദക്ക് പറഞ്ഞു കൊടുക്ക്. ബാണൊക്കെ സൂക്ഷിച്ചോ. അതൊരു ഫ്രണ്ട് എന്ന നിലക്കാ പറയണേ. ബിദഅത്താണ് അത്. നബി ചെയ്യാത്ത കാര്യമാണ്. നരകം ഉറപ്പാണ്. നബി ചെയ്തിട്ടില്ല, സ്വഹാബികൾ ചെയ്തിട്ടില്ല, സ്വഹാബികളെ ശേഷം വന്ന താബീങ്ങൾ ചെയ്തിട്ടില്ല, അതുബാവു താബീങ്ങൾ ചെയ്തിട്ടില്ല, തബാവു താബി ഒരാളും ചെയ്യാത്ത ഏതൊക്കെ നമ്മളെ മുമ്പ് ഏതൊക്കെ മനുഷ്യന്മാർ ചെയ്ത കാര്യമാണ്. അങ്ങനെ ഏതൊക്കെ മനുഷ്യന്മാരല്ല, ഷിയാക്കള്. അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹുവിനൊക്കെ കാഫറാണ്, ഉസ്മാൻ റളിയല്ലാഹുവിന് കാഫറാണ് എന്ന് പറയുന്ന ഷിയാക്കള്. വ്യഭിചാരം ഉണ്ടല്ലോ, ഇന്നത്തെ ഭാഷ പറഞ്ഞ പ്ലക്കല്, അതുപോലും ഹലാലാണെന്ന് പറഞ്ഞ ഷിയാക്കള്. ആ ഷിയാക്കള് തുടങ്ങിയത് നമ്മളിങ്ങനെ കൊണ്ടാടുക. മുത്തെ സൂക്ഷിച്ചോ, അത്രേ പറയുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. അങ്ങനെങ്കിൽ ആ ചങ്ങായിന്റെ തലയിലൊന്ന് കയറട്ടെ. എത്തി പറയണേ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിനെ പോയപ്പോഴല്ലേ എൻ്റെ കുടിയിലേക്ക് എൻ്റെ കുടിക്കാരെല്ലാവരും പറ കൂടിയിട്ട് എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചത്. എന്തൊക്കെയായിരുന്നു കേക്ക് മുറി, മുട്ടായി കൊടുക്കല്. ഇജിപ്പ അതിന്റെ അടിയിൽ അങ്ങനത്തെ ഒരു പരിപാടി നടത്തിയോ? എന്നിട്ട് നമ്മളൊന്നും വിളിച്ചില്ലല്ലോ. നമ്മളെ വിളിച്ചാണെങ്കിൽ അത് എന്താണ് അതിന്റെ ഇസ്ലാമിക വശങ്ങൾ നമ്മൾ പറഞ്ഞു തരുമായിരുന്നു. ഈ ചങ്ങായി ഇതിന്റെ മുന്നിൽ കൂടി പോയിട്ട് വന്ന് അത് കണ്ടുപോകല്ലേ ചെയ്ത്. അതിനവരൊക്കെ പറ്റുള്ളൂ. നമ്മളെ കുട്ടികളെ മറ്റേ ബർത്ത്ഡേ ആഘോഷിക്കണത് പോലെ അത് നമ്മളൊരു സന്തോഷത്തിന് നമ്മളെ കുടിക്കാരെ കൂടിയിട്ട് ചെറിയൊരു കേക്കൊക്കെ മുറിച്ചിട്ട് ഒരു മധുരം നൽകണതല്ലേ. കുഞ്ഞാപ്പോ, ഈ ജൈമ വല്ലാതെ ഉരുട്ടാൻ നിൽക്കണ്ട. അതൊരു മുസ്ലിമിന്റെ സംസ്കാരമല്ല. അത് പറഞ്ഞു തരുന്ന ആൾക്കാരാരാ? ഇവരമായുള്ള ചങ്ങായിമാരാ. ഇവരത് പറഞ്ഞുതരോ? അതൊട്ടില്ലേ? അപ്പൊ അത് ബിദഅത്താവൂലേ? നബിതങ്ങൾ ചെയ്തിരുന്നോ? സ്വഹാബികൾ ചെയ്തിരുന്നോ? ഈ ചങ്ങായി എന്താ ബിദഅത്തിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണത്? ഈ എൻ്റെ കുട്ടിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് 2 പെരുന്നാളിനേക്കാൾ പുണ്യമുണ്ടെന്ന് പ്രതീക്ഷയാണോ? ആണോ? എൻ്റെ കുട്ടിന്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു പുണ്യം കിട്ടണമെന്ന് പ്രതീക്ഷ ചെയ്ത പണിയാണോ? ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യം എൻ്റെ കുട്ടിന്റെ ബർത്ത്ഡേക്ക് ഉണ്ടെന്ന് പ്രതീക്ഷയാണോ ഈ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത്? പക്ഷെ ഇവർ മൗലിദ് ആഘോഷിക്കുന്നതോ നബിദിനം ആഘോഷിക്കുന്നതോ ഈ വിശ്വാസത്തോടു കൂടിയൊക്കെ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് അത് ബിദഅത്താവുക? അത് പാടില്ലാത്തന്നുള്ളത് ശരി തന്നെ, പക്ഷെ എങ്ങനെ ബിദഅത്താവുക? ഇവനെന്താ ഈ പറയണത്? ഇത് തെളിവുണ്ടോ ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ ഉരിത്തു, അതായത് തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്. ആ ദിവസം ഞാൻ ജനിച്ചു എന്നുള്ള സന്തോഷത്തിൽ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കലുണ്ട് എന്ന് പ്രവാചകൻ നല്ല ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ചെയ്യുന്നതാണ്. എന്താ കഴിച്ചിങ്ങനെ അന്തം വിട്ടുകാട് നോക്കിയിരിക്കണത്? തിങ്കളാഴ്ചയിലെ സുന്നത്ത് നോമ്പാണ് ഇവർക്ക് നബിദിന ആഘോഷിക്കാനുള്ള തെളിവെങ്കിൽ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച നബിദിനായ ദിവസം, ഇവർ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ആയ ദിവസം ഇവരെ പായസം കൊടുക്കൽ നിർത്തിവെച്ച്, ഇവിടെ നെയ്ച്ചോറ് വിതരണം നിർത്തിവെച്ച്, ഇവരെ മിഠായി വിതരണം നിർത്തിവെച്ച് ഇവരാരെങ്കിലും നോമ്പ് നോൽക്കാൻ ആഹ്വാനം നൽകിയ ഒറ്റ സംഭവം ഉണ്ടോ? ഒരു തിങ്കളാഴ്ചയിലെ സുന്നത്ത് നോമ്പ് അത്രേ. ഈ പറഞ്ഞ ഒരു തെളിവില്ലാത്ത, റസൂലിനും സ്വഹാബത്തിനൊന്നും അറിയാത്ത ഈ റാലിയും നബിദിനാഘോഷവും ഈ പരിപാടി നടത്താനുള്ള തെളിവ്. ഇതിനേക്കാൾ വലിയ തമാശ ഉണ്ടാവുള്ളത്. താബീകളിൽപ്പെട്ട ആളാണ് ഹസനുൽ ബസരി തങ്ങൾ. ഹസനുൽ ബസരി തങ്ങളൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, ഉഹദ് മലയോളം എൻ്റെ അടുത്ത് സ്വർണ്ണം ഉണ്ടാവുമായിരുന്നെങ്കിൽ, അത്രയും സ്വർണ്ണം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നബിതങ്ങൾ ജനിച്ച ആ ഒരു ദിവസത്തിൽ സന്തോഷ പ്രകടനമായിട്ട് ഞാനത് ചെലവാക്കുമായിരുന്നു. നിക്ക് ഹസനുൽ ബസരി തങ്ങൾ അങ്ങനെ പറഞ്ഞോണോ? ഹസനുൽ ബസരി തങ്ങൾ അദ്ദേഹത്തിന്റെ ഏത് കിതാബിൽ അങ്ങനെ പറഞ്ഞത്? വെറുതെ നുണ പറയാ, കളവ് പറയാ. ഈ ഒരു അടിസ്ഥാനമില്ലാത്ത നബിദിനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഖുറാന്റെ സുന്നത്തിന്റെ പുറത്ത് കളവ് പറഞ്ഞതിന്റെ പുറമെ ഈ പണ്ഡിതന്മാരെ പേരിൽ നുണ പറയാം. എന്തൊരു കഷ്ടാണ്. എന്തായാലും ചിണ്ടൊക്കെ പോരി, ഞാൻ വിടുക, എൻ്റെ പെണ്ണൊക്കെ പോന്നു. നിങ്ങൾ പറഞ്ഞൊക്കെ നല്ല തള്ളാന്ന് അവന് മനസ്സിലാക്കണം. അതുകൊണ്ടല്ല അവൻ അവിടെ തന്നെ ഇരിക്കണത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിക്കും സ്വഹാബത്തിനൊന്നും അറിയാത്ത ആ ഒരു പരിപാടി ഞങ്ങൾക്കും വേണ്ട. നിങ്ങൾ എന്നെ ആഘോഷിച്ചോളൂ.